എല്ലാവർക്കും ടെക്ലൈ മലത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓപ്പോ റെനോ 13 കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ചൈനയിൽ ഇന്ന് ലോഞ്ച് ആവും എന്ന് വെച്ചാൽ 25 നവംബർ ലോഞ്ച് ആവും. സോ നമുക്ക് ഇന്ത്യയിൽ നമുക്കൊരു Q1 2025 ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ആ ടൈമിലായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. സോ നമുക്ക് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ മേളിൽ കാണുന്നതാണ് ആ ഫോൺ. കാണാനൊക്കെ അടിപൊളിയാണ്, നല്ല ഒതുങ്ങിയ സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ 7.24 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. 181 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. നല്ല തിന്നറായിട്ടും നല്ല ലൈറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. അലൂമിനിയം ഫ്രെയിം ആണ് വരുന്നത്, പിന്നെ ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്, പിന്നെ IP68/69 റേറ്റിംഗ് ആണ്. സോ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഓപ്പോ വരുത്തിയിട്ടില്ല. ടോപ്പ് നോച്ച് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയ ഡിസ്പ്ലേ ആണ്, മീൻസ് 6.59 ഇഞ്ചിൻ്റെ ഒരു 1.5K 120 ഹെർട്സിൻ്റെ 10-bit LTPO ഫ്ലാറ്റ് OLED ആണ് വരുന്നത്. 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങും വരുന്നുണ്ട്. 1800 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരിക. പിന്നെ HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു പറഞ്ഞിട്ടില്ല ഓപ്പോ. സോ ഡിസ്പ്ലേസ് നോക്കുവാണെങ്കിൽ ടോപ്പ് നോച്ച് തന്നെയാണ്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് ഇഷ്ടം ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ്, കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് കർവ് ഡിസ്പ്ലേ ഒക്കെ എടുത്തിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഒട്ടിച്ച ഗ്ലാസ്, UV ഗ്ലാസ് ഇങ്ങനെ കയറി ബബിൾ കയറി വരും, കയറിയിട്ട് ബബിൾസ് വരും സൈഡിൽ നിന്ന്, പിന്നെ ഇങ്ങനെ പൊട്ടി പോകുന്നോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കർവ് ഡിസ്പ്ലേ. പിന്നെ ആക്സിഡൻ്റൽ ടച്ചസ് ഒക്കെ വളരെ കൂളാണ് ഗെയിമിങ്ങിൻ്റെ ടൈമിലൊക്കെ. സോ ആ പ്രശ്നം നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേയിൽ വളരെ കുറവ് തന്നെയായിരിക്കും. പിന്നെ കുറേ ബ്രാൻഡ്സ് ഇപ്പോൾ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ട് തിരിച്ചു പോകുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയാണ് വരുന്നത്. പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വരുന്നത് MediaTek Dimensity 8350 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. 4 നാനോമീറ്റർ പ്രോസറാണ്. ഇതിനെക്കുറിച്ച് വലിയൊരു ആൻറ്റിറ്റി സ്കോറോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. Dimensity 8300 തന്നെയാണ്. അതിൻ്റെ ചെറിയൊരു ഓവർക്ലോക്ക്ഡ് വേർഷനേ ഉള്ളൂ, അല്ലാണ്ട് പുതിയൊരു ചിപ്സെറ്റ് ഒന്നും അല്ല. LPDDR5X റാമും UFS 4.0 ആണ് നമുക്ക് എന്തായാലും വരുന്നത്. പിന്നെ നമുക്കിവിടെ SD കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിറ്റി സ്കോർ ഒന്നും വന്നിട്ടില്ല. നമുക്ക് അധികം പ്രതീക്ഷ വേണ്ട, മീൻസ് 8300 ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും കാണത്തില്ല. മാക്സിമം സിംഗിൾ കോറിൽ 5%, മൾട്ടി കോർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10% ആയിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. GPU ഒക്കെ സിമിലർ തന്നെയാണ്. സോ നമ്മളിനി OS നോക്കുവാണെങ്കിൽ ColorOS 15 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ് 3 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് വരുന്നത്. പിന്നെ ColorOS 15 നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആനിമേഷൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളിയാണ്. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി എന്താ പറയുക കുറവുണ്ട് ക്യാമറ സെറ്റപ്പിന്. ഞാൻ പറയാം, പ്രൈമറി നമുക്കൊരു 50 മെഗാ പിക്സലിൻ്റെ സോണി IMX 906 സെൻസറാണ് വരുന്നത്. OIS വരുന്നുണ്ട്. 1/1.56 ഇഞ്ച് സെൻസറാണ് വരുന്നത്. പിന്നെ 4K 60 FPS എന്തായാലും കിട്ടും. പിന്നെ സെക്കൻഡറി നമുക്കൊരു 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ആണ്. ഇത്രയും ഒരു അപ്പർ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിന് ഒരു 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് കൊടുത്തത് മോശമായി. അറ്റ്ലീസ്റ്റ് 12 മെഗാ പിക്സലെങ്കിലും കൊടുക്കാമായിരുന്നു. പിന്നെ നമുക്കൊരു സെൽഫി ക്യാമറ ഒക്കെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 4K 1080 FPS. സോ നമുക്കൊരു അൾട്രാവൈഡ് ഒരു 12 മെഗാ പിക്സലിന് കൊടുത്തായിരുന്നു നല്ലൊരു സെറ്റപ്പ് തന്നെ ആയിരുന്നു അതിന്. പക്ഷെ നമുക്ക് ഓപ്പോയുടെ അറിയാം, ഓപ്പോ റെനോ സീരീസ് അറിയാം. പിന്നെ അവരുടെ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. പിന്നെ പ്രൈമറി സെൻസർ നമ്മുടെ സോണി IMX 906 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ക്യാമറ വേണ്ടവർക്ക് പറ്റിയൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അൾട്രാവൈഡ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. 8 മെഗാ പിക്സൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അത്ര 8 മെഗാ പിക്സലേ ഉള്ളൂ. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ബാറ്ററി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5600 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. പിന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആണ് വരുന്നത്. Wi-Fi 6, Bluetooth 5.4, പിന്നെ IR ബ്ലാസ്റ്റർ നമുക്ക് വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ 5G ബാൻഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 3 വേരിയൻ്റ് ആണ് വരുന്നത്. ശരിക്കും 4 വേരിയൻ്റ് ഉണ്ട്. ചൈനയിലൊരു 1 TB വേരിയൻറ്റും കൂടി വരുന്നുണ്ട്. ഇന്ത്യയിൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 12GB 256 വരുന്നുണ്ട്, 16GB 256, 16GB 512. നമുക്ക് ഓപ്പോ റെനോ 12 വന്നത് ഓൾമോസ്റ്റ് 32,000 റേഞ്ചാണ്, 35,000 റേഞ്ച് തന്നെ ആയിരിക്കും ഇതും വരാൻ പോകുന്നത്. എക്സ്പെക്റ്റഡ് അറൗണ്ട് 30,000 തന്നെയാണ് വരുന്നത്. ആ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, അടിപൊളിയാണ്. ഡിസ്പ്ലേ നല്ലതാണ്, ഓഡിയോ അടിപൊളി തന്നെയാണ്. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 8S Gen 3 വരുന്നുണ്ട്, 7+ Gen 3 വരുന്നുണ്ട്, പിന്നെ 8 Gen 2 വരുന്നുണ്ട്. സോ ആ ചിപ്സെറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും Dimensity 8350 നമുക്ക് ശരിക്കും 26,000 രൂപ കിട്ടുന്നുണ്ട് പോക്കോ X6 പ്രോയിലൊക്കെ. ഇവിടെ ശരിക്കും ഒരു 8S Gen 3 എങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു പാക്കേജ് ആയാണ് ശരിക്കും പറഞ്ഞാൽ.
8350 കുഴപ്പമില്ല, നല്ല ചിപ്സെറ്റ് തന്നെയാണ്. എന്നാലും ലേറ്റസ്റ്റ് ജെൻ 3 ആയിരുന്നു ഇച്ചിരി ബെറ്റർ. പിന്നെ ക്യാമറ അത്യാവശ്യം നല്ല തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ 8 മെഗാ പിക്സൽ ഒഴിച്ചു കഴിഞ്ഞാൽ പ്രൈമർ സെൻസർ അത്യാവശ്യം പെർഫോമൻസ് ചെയ്യുന്നൊരു സെൻസർ തന്നെയാണ് വരുന്നത്. പിന്നെ ഓപ്പോയുടെ ആ പ്രോസസ്സർ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല തന്നെയാണ്. ബാറ്ററിയും അടിപൊളി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്, നല്ല കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊരു 5000 രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ബെറ്റർ സ്മാർട്ട് ഫോൺ നമുക്ക് ഷാമി 14CV തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ് വരുന്നത്. ക്യാമറ സെറ്റ് വളരെ ബെറ്റർ തന്നെയാണ്. അതിൻ്റെ സെൻസറൊക്കെ അടിപൊളിയാണ്. നമ്മുടെ OmniVisionൻ്റെ ലൈറ്റ് ഹണ്ടർ 800 എന്ന് പറഞ്ഞൊരു സെൻസറൊക്കെയാണ് അതിൽ വരുന്നത്. അതാണ് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അത്രയും പ്രൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതെടുക്കുന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ കൂടി നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.